The second matter Paul was praying for the believers in Colossia was that they may work in a manner worthy of the Lord, so that they may please you in all respects. ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വിളിയാൽ അവർ നടക്കേണ്ടതിനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കെയർഫുള്ളി ലിസൺ ദിസ് വേർഡ്. എല്ലാവരും പ്രാർത്ഥനയുടെ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. Only one agenda in our lives as a spiritual beings, that is to please God. There is no other agenda in our Christian life as far as our Christian life is concerned. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള ഒറ്റ അജണ്ടയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ളത്. മറ്റൊരു അജണ്ട രണ്ടാമതായിട്ടില്ലേ ഇല്ല. അതിന് യോഗ്യമാവണ്ണം നാം നടക്കണം. Walk worthy to the call of the Lord. ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന് യോഗ്യമായി നടക്കണം. Now, walk is a phrase that we read in the pages of the New Testament. Walk. Walk is a word picture for a lifestyle. നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രീതിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുകയാണ്. It refers to the daily conduct, a daily life that we do. Work. Soldiers have a work. Doctors have a work. Nurses have a work. So also a believer has a work. From here you walk to your car. So also walk. ഡോക്ടർമാർക്ക് നടപ്പുണ്ട്, നഴ്സസ്മാർക്ക് നടപ്പുണ്ട്, ജീവിത രീതിയുണ്ട്. നടപ്പെന്ന് പറയുന്നത് അവൻ്റെ നടപ്പ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ രീതി കണ്ടില്ല എന്ന ചോദ്യം. നിങ്ങൾ ഇവിടെ നടന്നു പോകുന്നു, നിങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് കയറിയത് എന്നതുപോലെ നിങ്ങളുടെ ആത്മാവിനൊരു നടപ്പുണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുള്ളത്. So everything that we do must be based on a simple question. The question is, does it please my God? You are contemplating to do something, but the question is, does it please your God? You have to filter everything that you do through this question. I repeat, you have to filter, and I had to filter everything through this question before we do anything, before we say anything. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം, ഡസ് ഇറ്റ് പ്ലീസ് മൈ മാസ്റ്റർ? നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, ഡസ് ഇറ്റ് പ്ലീസ് യുവർ മാസ്റ്റർ? യു ലവ് എ പേഴ്സൺ, ഡസ് ഇറ്റ് പ്ലീസ് യുവർ മാസ്റ്റർ? You use online, does it please my master? You do business, does it please my master? എന്ത് ചെയ്താലും ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ട്. Never ever forget this. Filter everything through this question. Does it please my master? The danger I am going to deal with. So I am putting a foundation here. Then I am going to build on it. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ജീവിതത്തിലെ സാഹചര്യങ്ങളും ചോദിക്കണം. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഏതെല്ലാം ജീവിത രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്? ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ജീവിത രീതികൾ വന്നിട്ടില്ലേ? ചിന്തകൾ വന്നിട്ടില്ലേ? പ്രവർത്തികൾ വന്നിട്ടില്ലേ? അത് അപകടകരമാണ്.
ഒരു ജീവിതം നിങ്ങൾക്കുണ്ട്. ആ ജീവിതം ദൈവത്തിന് ദാനമാണ്. ആ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഒറ്റ അജണ്ടയുള്ളൂ: ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്തു ചെയ്താലും അത് ദൈവത്തിന് പ്രസാദമുണ്ടാകണം. Paul had this ambition. In 2 Corinthians chapter 5 verse 9 we read that my ambition is to please God. My ambition when I get into heaven is to please God. So I do the same when I am at home. വായിച്ചാട്ടോ വേദഭാഗം 2:9. സോറി 5:9. Oh, see the ambition of Paul in his life. Whether I am at home or absent, my ambition is to please God. So when you get into heaven, what is your main business there? Hello? When you get into heaven, what is your main business there? To please your life partner, to please your husband, to please your wife, to please your children? Never. When you get into heaven, the only thing that we do there is to please God. And Paul says, what I am going to do in heaven, I start doing here. What is that? To please him. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് വേറെ ബിസിനസ് ഒന്നുമില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക, വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ ദൂതന്മാരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഭാര്യയെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അതൊക്കെ ഇവിടെ ചെയ്തോണേ, അവിടെ ചെല്ലുമ്പോൾ അവസരമൊന്നും കിട്ടത്തില്ലേ. ഭർത്താവിനെ മാക്സിമം പ്രസാദിപ്പിച്ചോണം, അവിടെ ചെന്ന അവസരം കിട്ടത്തില്ല. അവിടെ ഒറ്റ അജണ്ടയുള്ളൂ: give him, so please him. ആ അജണ്ട ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ എൻ്റെ അംബീഷൻ? എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇന്ന് രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങളോട് ദൂത കൈമാറുന്നു: ദൈവപ്രസാദം വരാത്ത ഒരു ജീവിത കാര്യത്തിലും ഇടപെടരുത്. ദൈവപ്രസാദം വരാത്ത ഒരു രഹസ്യ ജീവിതത്തിലും ഇടപെടരുത്. ദൈവീയ പ്രസാദം ഉണ്ടാകാത്ത ഒരു ബിസിനസ്സിലും ഇടപെടരുത്. ഒരു ജീവിത വ്യാപാരങ്ങളിലും ദൈവപ്രസാദം ഉണ്ടാകാത്ത ഇടവേളകൾ ഉണ്ടാകരുത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ദൂത് കൈമാറുന്നു. ഇന്ന് പകൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഈ സഭയ്ക്ക് വേണ്ടി ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്റെ പ്രാർത്ഥന ഇതാണ്: ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളാകട്ടെ ഈ സഭയിൽ ഉണ്ടാകുന്നത്. There are examples in the Bible who did not please God. At the same time, those who please God. സമയം അനുസരിച്ച് ഞാൻ നിങ്ങളോടത് വ്യാഖ്യാനിച്ച് സംസാരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ചിന്തകളുണ്ട്. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ഒരു കൂട്ടം ആളുകൾ അവർ എന്തെല്ലാം ദൈവം അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്തു. പക്ഷേ God was not pleased with them. You know who they are? The children of Israel. Listen carefully. The children of Israel. എന്താണ് സംഭവിച്ചത്? You know the Numbers. Why the book of Numbers there? Genesis, Exodus, then Leviticus, Numbers, Deuteronomy, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. Why സംഖ്യ പുസ്തകം? സംഖ്യ പുസ്തകം is a numbering of the people of God. ദൈവജനത്തിന്റെ കണക്കെടുത്തതാണ് സംഖ്യാ പുസ്തകം. God asked them to number the people of God. അപ്പൊ ഒന്നാമത്തെ സംഖ്യ എടുത്തത് ഒന്നാമത്തെ അധ്യായത്തിലാണ്. ഒന്നാമത്തെ സംഖ്യ എടുത്തു. ഒന്നാമത്തെ സംഖ്യ എടുത്തപ്പോൾ how many people were there? 630,550 people there when the people of God were counted at the first time in Mount Sinai. വായിച്ചോ നിങ്ങൾ? ചിലർക്ക് സംശയമായി. Numbers 2:32. 630,550 പേര്. 630,550 പേര്. 630,550 when Moses counted these people at the beginning of their journey. അല്ലേ? സത്യമാണോ? സത്യമാണ്. 635,550 പേരെ കൗണ്ട് ചെയ്തു. Oh, these people are so much, so many. But after 40 years, again the people of God were counted.
somewhere there, please. You, Numbers 26, chapter 26, 63 to 64. 26-ന്റെ 69 മുതൽ 63 മുതൽ 64 വരെ. 26, 63, 64. ഓ, കെയർഫുൾ ഡിയർ വൺസ്. ഒന്ന് നിങ്ങൾ ധ്യാനിച്ചാട്ടെ, ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് ഭയപ്പെടണ്ടേ. ആദ്യ നമ്പർ എടുത്തപ്പോൾ 6,30,550 പേര്. രണ്ടാമത് നമ്പർ എടുത്തപ്പോൾ എത്ര പേരുണ്ട്? There was no one except Joshua and Caleb. ഞാനിത് വായിച്ചപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ. രണ്ടാമത് നമ്പർ എടുത്തപ്പോൾ ആദ്യം നമ്പർ എടുത്ത ഒരൊറ്റ എണ്ണം അതിനകത്തില്ല. 40 വർഷം കൊണ്ട് ഹീബ്രൂസ് 3:5 നമ്മൾ വായിക്കുന്നു, ഹീബ്രൂസ് 10 നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ഞാൻ അവരെ മരുഭൂമിയിൽ എന്ത് ചെയ്തു? തള്ളിയിട്ട് കളഞ്ഞു. അത് ഫസ്റ്റ് കൊരിന്ത്യൻസ് 10:5 നമ്മൾ വായിക്കുന്നു, അവരെ ഞാൻ മരുഭൂമി തള്ളിയിട്ടു. I was not pleased with them. Why they were left in the wilderness? Why? Because God was not pleased with them at all. First Corinthians 10:5. ഞാൻ അവയെ read. Their bodies were scattered in the wilderness. Why God left them? Because God was not pleased with them. The one matter that affected God was that these people did not please God. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, can you receive material blessings from the anger of God? ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നന്മകൾ ചെയ്യുമോ? ചെയ്യും. ഹീബ്രൂസിൽ നാം വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്, I saw that they would not enter my rest. എന്റെ കോപത്തിൽ ഞാൻ സത്യം ചെയ്തു, അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. I saw in my wrath that these people would not enter my rest. അപ്പൊ കർത്താവേ, ദൈവമേ, ഇവർക്ക് മന്ന കൊടുത്തില്ലേ? ഇവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തില്ലേ? ഇവർക്ക് വെള്ളം കൊടുത്തില്ലേ? അതൊക്കെ എന്തതാ? അതൊക്കെ എന്റെ ക്രോധത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തതാ. It was not because I was pleased with them, rather out of my anger I gave them. Material blessings are not the means by which you know that God is pleased with you. കഴിഞ്ഞ വർഷം വീട് ചോദിച്ചപ്പോൾ വീട് തന്നു, കാർ ചോദിച്ചപ്പോൾ കാർ തന്നു, ജോലിയിൽ ഇംപ്രൂവ്മെന്റ് ചോദിച്ചാൽ ഇംപ്രൂവ് തന്നെ. ഇത് ദൈവം സ്നേഹിച്ചത് കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാം. My question today, this morning for the church, do you receive things from God, from the anger of God, or because you please Him? ദൈവത്തിന്റെ കോപത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിച്ചു, സത്യമാണ്. It doesn't mean that God is pleased with you. ഇന്ന് രാവിലെ സമയം ദൈവം ചെയ്ത ഭൗതിക നന്മകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ തെളിവല്ല. ഇന്ന് രാവിലെ നിങ്ങൾ ശോധന ചെയ്യണം, whether you please God. ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 40 വർഷം ദൈവം എന്താ ചെയ്തത്? പറയുന്നു, മരുഭൂമി തള്ളിയിട്ടു. ലിസൺ, 40 വർഷം ഇവരെ മരുഭൂമി നടത്തിയത് ഇവരെ മരുഭൂമി തള്ളിയിടാൻ വേണ്ടിയാണ്. പിറുപിറുത്ത ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു കൂട്ടരെ മരുഭൂമി തള്ളിയിടാൻ വേണ്ടിയാണ് നീണ്ട 40 വർഷം ദൈവം അവരെ നടത്തിയതെങ്കിൽ മന്ന കിട്ടും, വെള്ളം കിട്ടും,
ജോലി കിട്ടും, വീട് കിട്ടും, വാഹനം കിട്ടും, പ്രമോഷൻ കിട്ടും, എല്ലാ സൗകര്യങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥന ഒന്നായിരിക്കണം, ദൈവമേ, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. How many of you have the courage to pray this morning? Lord, I do not want anything from the anger of God. I want everything because you are pleased with me. എത്ര പേര് ഇന്നൊക്കെ പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരാണ് പ്രിയ ദൈവമക്കളെ? ധൈര്യത്തോടെ പറയാൻ കഴിയുമോ, എനിക്ക് ദൈവകോപത്തിൽ നിന്നൊന്നും വേണ്ട, ദൈവകോപത്തിൽ നിന്നൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നൊന്നും വേണ്ട, ഒരു വിടുതലും വേണ്ട, ഒരു വഴിയും തുറക്കേണ്ട, ഒരു നന്മയും വേണ്ട. എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം ഒന്ന് തന്നെയാകട്ടെ, എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കട്ടെ. ഇന്ന് രാവിലെ സഭയോട് ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്ന വചനം ഇതാണ്. Please, dear children of God, how the pleasing of God in your lives. 19 times in the book of Exodus, we read the reason why God delivered these people from the land of Egypt. What was the reason why these people were delivered from the hands of Pharaoh? Moses repeatedly went to Pharaoh and repeatedly said, deliver the people so that they may worship you, they may serve you, they may worship you, they may serve you. അങ്ങേ ആരാധിക്കേണ്ടതിനായി അവരെ വിട്ടയക്കണം. മരുഭൂമി മന്ന തിന്നാൻ അവരെ വിട്ടയക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. മരുഭൂമിയിൽ അവർക്ക് നന്മ കൊടുക്കുവാനായിട്ട് അവരെ വിട്ടയക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. അവരെ ആരാധിക്കുവാനായിട്ട് അവരെ വിട്ടയക്കണമെന്ന് ദൈവം പ്രാർത്ഥിച്ചുവെങ്കിൽ, you know what was the desire of God? The desire of God was not that they would be enjoying my material blessings. The desire of God was that I want you. എനിക്ക് നിന്നെയാണ് വേണ്ടത്. ഇന്ന് പകലും ഡിസയർ ഇതാണ്, എനിക്ക് നിന്നെ വേണം, എന്നെ ആരാധിക്കുവാൻ എനിക്ക് നിന്നെ വേണം. The intention of God was that God was not replacing their life, rather He was replacing a better God. He was replacing a better king. They thought that it was for a better life they were delivered, but God's intention was to replace their king, replace their Lord. Who was their Lord? Pharaoh was the Lord. God wanted to replace their Lord. No, my children of God, never. Pharaoh is not going to be your king. Rather, I am going to be a king. ദൈവം അവരെ വിടുവിച്ചത് ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു, ബെറ്റർ ലൈഫിന് വേണ്ടിയല്ല. ബെറ്റർ ലൈഫിന് വേണ്ടിയായിരുന്നെങ്കിൽ ആദ്യത്തെ 3 ദിവസത്തിൽ വെള്ളം കിട്ടാതെ വരത്തില്ല, മാറ അനുഭവം വരത്തില്ല. ബെറ്റർ ലൈഫിന് വേണ്ടിയാണ്, ചെങ്കടൽ മുമ്പിൽ കാണുകയില്ല. പക്ഷെ ഇന്ന് പകലൊരു ബെറ്റർ ലൈഫ് അല്ലായിരുന്നു അവർക്ക് ദൈവം ഓഫർ ചെയ്തൊരു ബെറ്റർ ഗോഡാണ്. ഒരു ബെറ്റർ രാജാവിനെയാണ് ദൈവം അവർക്ക് ഓഫർ ചെയ്തത്. അവരുടെ രാജാവ് ആരാണ്? ബറവോനാണ് അവരുടെ രാജാവ്. അവരുടെ രാജാവ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, മക്കളെ, അവനെ രാജാവായിട്ട് വേണ്ട, ഞാൻ നിങ്ങളുടെ രാജാവാകുവാൻ പോകുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാകുവാൻ പോകുകയാണ്. ഇന്ന് പകൽ ഈ ദൈവത്തെ കിട്ടിയവർ എത്ര പേര് സന്തോഷിക്കുന്നു? ഇന്ന് പകൽ നല്ലൊരു ദൈവത്തെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നല്ലൊരു രാജാവിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നല്ലൊരു രക്ഷകനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നല്ലൊരു അതേ സഖിയെ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇന്ന് പകൽ അതിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I enjoy because I got a better God. അതിൽ എത്ര പേര് സന്തോഷിക്കുന്നു? രാവിലെ എനിക്കൊരു നല്ല ദൈവത്തെ കിട്ടിയതിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കളും, ഇന്ന് പകൽ നിങ്ങൾക്ക് കിട്ടിയ ദൈവം മേത്തരമായ ദൈവമാണ്. നിങ്ങൾക്ക് കിട്ടിയ രാജാവ് ശ്രേഷ്ഠനായ രാജാവാണ്. എന്തിനാ നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ദൈവത്തെ തരാൻ വേണ്ടിയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്ന ഞങ്ങൾക്ക് ലഭിച്ച നല്ല ദൈവത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശക്തനായ ഒരു നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായിട്ട് ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു.
You have a better God, not a better life. Bible does not promise you a better life while you are here on the earth, but it promises you a better God. Hello? സന്തോഷിക്കുന്നോടെ നിങ്ങൾ. It promises you a better God. It promises you a better Savior. It promises you a better Father. It promises you a better Mother. It promises you a better friend. I cannot give you guarantee that you will have a better life here, but I can give you guarantee that you will have a better God. കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് എത്തിക്കുവാൻ കഴിവുള്ളൊരു നല്ല ദൈവമുണ്ട്. ഇന്ന് പകൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ ദൈവത്തെ ഓർക്കുന്നു. വെള്ളമില്ല, വരൾച്ചയാണ്, ബട്ട് ഐ ഗോട്ട് എ ബെറ്റർ ഗോഡ്. ഇന്ന് രാവിലെ ഒന്ന് സന്തോഷിച്ചാട്ടെ പ്രിയ ദൈവമക്കളെ, ഒന്ന് ദൈവസന്നിധിയിൽ ആനന്ദിച്ചാട്ടെ. ഈ നല്ല ദൈവത്തിന്റെ വെളിപ്പാട് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചതിനായിട്ട് ഇന്ന് രാവിലെ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഈ സഭ സന്തോഷിക്കട്ടെ. എന്തുകൊണ്ട് നമുക്കൊരു നല്ല ദൈവത്തെ കിട്ടി. One agenda in life, to please this God who offers himself for me and for you. ഒരു നല്ല രാജാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ നല്ല രാജാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷവും താല്പര്യവുമായിരിക്കുന്നത്. റോമർ 8:8, there we read that all who have the fleshly character cannot please God. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഒന്ന് ചേർന്ന് പറയാമോ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. Dear hearers, why I dress like this, listen here. Either be a better sinner or a better Christian. Be a better sinner. When you are a better sinner, you can enjoy the world. If you are a partial sinner, you are a horrible person. Why? Because you cannot enjoy the world nor the word of God. We are horrible sinners because we partially enjoy the world. In hidden we enjoy the world. We cannot fully enjoy the world. But there are better Christians, better sinners. A+ grade sinners. Am I right? Better sinners are there in the world. They serve the world. They enjoy the world with full spirit, full strength, full mind and full heart. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ലോകത്തെ സേവിക്കുന്ന ബെറ്റർ A+ sinners ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകുക. സ്വർഗവും കിട്ടത്തില്ല, ലോകവും കിട്ടത്തില്ലാത്ത ഒരു പാതി പരിപാടിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഞാനതെല്ലാം എൻകറേജ് ചെയ്യുന്നത്. നമ്മൾ ചിലരൊക്കെ ബെറ്റർ സിന്നേഴ്സ്, ലോകത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സേവിച്ചവരാണെങ്കിൽ ഇന്ന് പകൽ അതേ നിലവാരത്തിൽ ദൈവത്തെ സേവിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? എനിക്ക് ലോകത്തെയല്ല പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കേണ്ടത്, എനിക്ക് ദൈവത്തെയാണ് സേവിക്കേണ്ടത്. പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവത്തെ സേവിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് ദൈവത്തെ സേവിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസമാണെങ്കിലും അന്ന് വരെ എനിക്ക് ദൈവത്തെ സേവിക്കണമെന്ന് ദൃഢനിശ്ചയമുള്ളവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Whatever happens in your lives, I want to serve my Lord. ദൈവത്തെ സേവിക്കാൻ പ്രിയ ദൈവമക്കളെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കാം, പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ സേവിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാം. എങ്ങനെയല്ല ദൈവത്തെ സേവിക്കുവാൻ കഴിയുമോ അങ്ങനെയെല്ലാം ദൈവത്തെ സേവിക്കാം. So that we will be better saint with A+ grade. A+ grade വേണ്ടേ? Either be a sinner with A+ grade or a saint with A+ grade. My church, I love you. I'm sharing my heart with you. Serve the Lord with a full heart, full mind, full strength. കർത്താവിനെ നമുക്ക് അല്പം കൂടെ ഒന്ന് സ്നേഹിക്കാനായിട്ട് സ്റ്റെപ്പ് എടുക്കാമോ?
ഒന്നും കൂടി ഒന്ന് ആരാധിക്കുവാൻ കർത്താവിന് ഇഷ്ടപ്പെടുക്കാമോ? അവസാനം വരെ നിൽക്കുവാൻ ഒരു ഇഷ്ടപ്പെടുക്കാമോ? ഇത് പോരെ കർത്താവ്, എനിക്ക് അല്പം കൂടെ ആ കർത്താവിനെ ഒന്ന് സേവിക്കണം. എനിക്കല്ല ജഡത്തിന്റെ സ്വഭാവങ്ങൾ വേണ്ട, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. എനിക്കെന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആത്മ സ്വഭാവമാണ് ആവശ്യമായിരിക്കുന്നത്. Many times when we come to the presence of the Lord, we pretend. Our fleshly characters are before God, not before men. I will give you a sample. ശ്രദ്ധിക്കുക. Adam and Eve committed sin. Soon after they committed sin, they realized that they were naked. And what they did? They covered their loins with fig leaves. So now they got a comfort, they got a realization that they are not covered, right? Because their nakedness was covered with the fig leaves. അത്തിയില കൊണ്ട് അവര് അരയാട ഉണ്ടാക്കി നാണം മറച്ചു കളഞ്ഞു. പാപം ചെയ്തപ്പോൾ അവർ മനസ്സിലായി they were naked. അവർ അരയാട ഉണ്ടാക്കി, അവർ അത്തിയില കൊണ്ട് മറച്ചു. But listen here carefully. When God came before them, what was the statement they made? Why did they hide from the presence of the Lord? Because they said we are naked. Hey, who told you that you are naked? You covered your nakedness with the leaves. അപ്പോൾ അവർ അങ്ങനെ ഓടി മറയ്ക്കേണ്ട കാര്യമുണ്ടോ പ്രിയ സഹോദരങ്ങളെ? അവർ നഗ്നരെന്ന് മനസ്സിലായപ്പോഴാണ് അവർ അത്തിയില കൊണ്ട് അരയാടെ ഉണ്ടാക്കി നഗ്നത മറച്ചത്. പക്ഷെ ദൈവം വന്നപ്പോൾ വീണ്ടും പറയുകയാണ് ഞങ്ങൾ നഗ്നരാണ്. ദൂത് അവരുണ്ടാക്കി അരയാട മനുഷ്യന്റെ മുമ്പിലെ നഗ്നത മറയ്ക്കുവാനേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന്റെ മുമ്പിലെ നഗ്നത മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ഇന്ന് രാവിലെ സമയം മനുഷ്യന്റെ മുമ്പിലെ നഗ്നതയല്ല മറയ്ക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിലെ നഗ്നതയാ മറയ്ക്കേണ്ടത്. സഭയോട് ദൂത കൈമാറുന്നു. With the fleshly character you can sing. With the fleshly character you can worship. With the fleshly character you can participate in Lord's Supper. With the fleshly character you can pray. But you need a spirit within you to be victorious. ജഡസ്വഭാവം കൊണ്ട് എനിക്ക് പ്രസംഗിക്കാം, ജഡസ്വഭാവം കൊണ്ട് എനിക്ക് കർത്തൃമേശ എടുക്കാം, ജഡസ്വഭാവം കൊണ്ട് എനിക്ക് ആധ്യാത്മിക കാര്യങ്ങൾ ഇടപെടാം. പക്ഷേ സ്റ്റിൽ യു ആർ നേക്കഡ്. ഇന്ന് രാവിലെ മനുഷ്യന്റെ മുമ്പിലെ നേക്കഡ്നെസ് അല്ല മറയ്ക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ മറയ്ക്കണം. ദൈവത്തിന്റെ മുമ്പിൽ മറയ്ക്കണം. My question this morning, are you naked before God? We are sure that you are naked, not naked before human beings. You are naked, you are not naked before me, nor am I naked before you. But are we naked in the presence of the Lord with a fleshly character? You are naked. Adam and Eve were afraid to stand before God because the fig leaves were not able to cover their nakedness when they stood before God. ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നഷ്ടമാകാൻ പോകുന്ന നിത്യതയാണ്. മരുഭൂമി തള്ളിയിടും. മരുഭൂമിയിൽ എല്ലാത്തിനും തള്ളിയിടുവോളം ദൈവം അവരെ മരുഭൂമി നയിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് എ പ്രോബ്ലം, യു നീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ യു. എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നില്ലേ,
ഇന്ന് രാവിലെ പറയട്ടെ, ഹൃദയത്തിലൊരു താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിന്നെ സഹായിക്കുവാൻ ശക്തമായി നിനക്ക് വേണ്ടി നിന്റെ പക്ഷത്തുണ്ട്. ഇന്ന് പകൽ വിജയാളിയാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, വിജയാളി ഇന്ന് പകൽ ഐ വാണ്ട് ടു ഹാവ് എ വിക്ടോറിയസ് ലൈഫ് ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഒരു ആത്മീയ ജീവിതമാണ് എനിക്ക് ആവശ്യമാണ്. ഞാൻ മരുഭൂമി തള്ളപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ ദൈവമക്കൾ സന്നദ്ധമാകട്ടെ. ഇന്ന് പകൽ അവരെ എല്ലാവരെയും മരുഭൂമി തള്ളിയിട്ടതുപോലെ നമ്മെ മരുഭൂമി തള്ളിയിടുവാനിടയാകരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവം നിങ്ങളെ പ്രസാദിച്ചില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് നന്മ തരും. നിങ്ങൾ കാനഡയിൽ വരും, നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങൾക്ക് നന്മകൾ തരും. പക്ഷേ ഇന്ന് രാവിലെ സമയം എൻ്റെ വിഷയം, ദൈവം നിങ്ങൾക്ക് നന്മ തന്നോ, വീട് തന്നോ, കാർ തന്നോ, when you buy all these things as a pastor, I am so happy, but my concern for you and for me is that God has to be pleased with our lives. ഒരു പാസ്റ്റർ എന്നുള്ളതിൽ എൻ്റെ ജീവിതത്തെ ദൈവത്തെ പ്രസാദകരമായി തീരണം, അല്ലെങ്കിൽ ഞാൻ മരുഭൂമി തള്ളപ്പെടുവാൻ പോകുകയാണ്. There was another man. This is a painful ending, a tragedy at the end. But we see a person with a blessed ending, none but Enoch. Enoch walked with God. ഹാനോക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്നിട്ട് ദൈവത്തിങ്കൽ സാക്ഷ്യം ലഭിച്ചു, എടുക്കപ്പെടുന്ന. ബിഫോർ ഹി വാസ് ടേക്കൺ അപ്പ്, ഹി ഗോട്ട് എ വിറ്റ്നസ്, he got a testimony that he pleased God. Hebrews 11:5. What is the testimony in a God before he was taken to heaven? വായിച്ചാട്ടെ, ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ഇന്ന് രാവിലെ സമയം എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. എടുക്കപ്പെടുന്നതിന് ഒരു സാക്ഷ്യം അവൻ പ്രാപിച്ചിട്ടാണ് എടുക്കപ്പെട്ടത്. ഇവന്റെ ജീവിതകാലം മുഴുവൻ 365 വർഷങ്ങൾ ഇവനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു ഇവൻ. This man got an approval that he pleased God before he was taken up. എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിങ്കൽ നിന്ന് അവന് സാക്ഷ്യം ലഭിച്ചു, ഇവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത്. ഇന്ന് രാവിലെ ആ സാക്ഷ്യത്തോടു കൂടിയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം, സ്ട്രൈറ്റ് ടു പാരഡൈസ്. ഒരു തടസ്സം കൂടാതെ നേരെ ചെല്ലുന്ന പിതാവിന്റെ മടിയിലേക്കായിരിക്കും. ആ പൊന്നുമുഖമായിരിക്കും ഇവിടെ കണ്ടടയ്ക്കുമ്പോൾ അവിടെ കാണുന്നത്. ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. Was it a favorable situation for Enoch to please God? He was all alone. We have co-believers. We have the Bible with us. We have the Holy Spirit with us. We have the saints with us to support us in prayer and giving us moral support. But Enoch was all alone. It was not a favorable situation for Enoch to please God. എത്ര കൂട്ടുവിശ്വാസികളുണ്ടായിരുന്നു? What was the situation? Situation was that it was so wicked. എന്ന് പറഞ്ഞാൽ ഹാനോക്ക് കഴിഞ്ഞ അടുത്ത തലമുറ എന്താ സംഭവിച്ചത്? അടുത്ത 1, 2 തലമുറ എന്താ സംഭവിച്ച? ജലപ്രളയം ഉണ്ടാക്കി എല്ലാത്തിനും എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞ് നോഹയും കുടുംബത്തെ മാത്രം രക്ഷപ്പെടുത്തിയപ്പോൾ can you imagine the situation in which Enoch was living? Full of people, wicked people. No one was there to pray with him. No one was there to support him. He was all alone in college. He was all alone in college. He was all alone in university. He was all alone in school. He was all alone in working place. He was all alone. No support for him. തനിയേ ഉള്ളൂ. ദുഷ്ടന്മാരാ മുഴുവനും. ദുഷ്ടന്മാർ ഇവനെ കളിയാക്കുന്നുണ്ടോ? Hey, wicked people did the wicked people mock at him? അവനെ കളിയാക്കുന്നുണ്ടോ? ഉണ്ട്.
ഹല്ലേലൂയക്കാരൻ പോകുന്നു, സ്തോത്രക്കാരൻ പോകുന്നു, വേദപുസ്തകം വായിക്കുന്നവൻ പോകുന്നു, ഈ പഴഞ്ചൻ പുസ്തകമായി പോകുന്നു, പഴഞ്ചൻ ദൈവത്തെ ആരാധിക്കുന്നു. യു ആർ ലിവിങ് ഇൻ എ മോഡേൺ വേൾഡ്. യു ആർ ഫോളോയിങ് an ancient Bible which is obsolete, which is outdated. Why do you follow this Bible? There are people who mocked at him. അപ്പോൾ ഹാനോക്കിൻ്റെ മകൻ ആരാണ്? മെതുശലേക്ക് വന്നിട്ട് പറഞ്ഞു, അപ്പ ഇവനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മൾ നല്ല ദൈവത്തെ സേവിക്കുന്നു, നല്ല ദൈവത്തെ സേവിച്ചിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന യുവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യാണ്? ഇവൻ നമ്മളെ കളിയാക്കുകയാണ്. ഉടനെ അപ്പൻ മോനോട് പറഞ്ഞു, മോനെ നീ കളിയാക്കാൻ പോകണ്ട. ഹാനോക്കൊരു പ്രവചനം പറഞ്ഞു, 1000 വിശുദ്ധന്മാരോട് കൂടെ ന്യായാധിപതിയായ ഒരുവൻ ഇറങ്ങി വരാ, ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം അന്നുണ്ട്. എവിടെ വായിക്കുന്നു? Jude 14, Jude 14, we read that Enoch was a prophet there, prophesying that God will come and deal with the wicked people who mocked at us. എന്താ വാക്യം വായിച്ചോ? കർത്താവ് എല്ലാവരെ വിധിപ്പാനും ആ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ, അപ്പൊ ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ഹാനോക്ക് അനുഭവിച്ചോ? Yes or no? Listen, respond. Yes or no? Yes. ഭക്തി വിരുദ്ധമായ കാര്യങ്ങൾ ഹാനോക്ക് അനുഭവിച്ചു. അവന് ചോദ്യം ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ അവൻ ചോദ്യം ചെയ്തില്ല. പകരം ഹാനോക്ക് പറയാണ്, 1000 വിശുദ്ധന്മാരുമായിട്ട് ദൈവം ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്, അന്ന് അവർ അവരോട് ഡീൽ ചെയ്യോ. എന്നിട്ട് വായിക്കുന്ന കാര്യമുണ്ട്. ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരട്ടെ. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. He was taken off and he was not found. He was not found. ശ്രദ്ധിക്കും നിങ്ങൾ. അവൻ എടുക്കപ്പെട്ടത് കൊണ്ട് അവനെ എന്ത് ചെയ്യോ? കാണാതായി. He was not found. What was the age of Enoch when he was taken up? 365. What was the duration of the life there? 900, 930, 950. 99 വർഷം, 909 വർഷം, 909 ആയുസ് എന്ന് പറഞ്ഞാൽ അപ്പച്ചനെ നമ്മൾ അപ്പച്ചെന്ന് വിളിക്കുമ്പോൾ എത്ര വയസ്സ് വേണം? ഒരു 900 ഒക്കെ കഴിഞ്ഞ അമ്മച്ചെ അമ്മച്ചി എന്തുകൊണ്ട് വിശേഷം? ഓ ഹലോ. സോ ഇവിടെ 900 വയസ്സ് അപ്പച്ച എന്തുകൊണ്ട് വിശേഷം? വാട്ട് ഈസ് യുവർ ഏജ്? ഐ ആം 930 years of age. എനിക്ക് 930 വർഷമുണ്ട്. അപ്പോൾ 365 ഈ മനുഷ്യൻ എടുക്കപ്പെട്ടെന്ന് പറയാൻ നമ്മുടെ ഈ പ്രായമായിട്ടൊന്ന് കമ്പയർ ചെയ്താട്ടെ. നമ്മുടെ 70 വയസ്സുള്ള ഒരാൾ മരിക്കുന്നു, അല്ലെ 80 വയസ്സുള്ള ഒരാൾ മരിക്കുന്നു. അപ്പം 365 വയസ്സുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വയസ്സ് കാണണം? അറ്റ്ലീസ്റ്റ് ഒരു 30 ഇല്ല, ഒരു 30 പറയുമ്പോൾ ഹാഫായി, ഒരു 25, 26, 27. He was dead when he was 27 or below 30. ഏതാ പ്രായം? 900 അപ്പുറത്തെ പ്രായം. അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം ഇവർ പറഞ്ഞാൽ എന്താണെന്നറിയോ? അയ്യോ, വാട്ട് എ പൂവർ മാൻ, ഹി ഡൈഡ് യങ്, ഹി ഷുഡ് ഹാവ് ലിവ്ഡ് എ ലിറ്റിൽ മോർ. ഒരു 900 വർഷമെങ്കിലും ഈ മനുഷ്യൻ ജീവിക്കേണ്ട. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നല്ലേ. പെട്ടെന്ന് ഇങ്ങനെ തട്ടിപ്പോകാമോ? എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദീർഘായുസ് ദൈവം നൽകട്ടെ. പക്ഷെ ദീർഘായുസ് നൽകിയില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആയുസാണെങ്കിൽ അത് മതിയെന്ന് ഇന്ന് പകൽ ദൈവത്തോട് പറയുവാൻ കഴിയട്ടെ പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ മനുഷ്യൻ എടുക്കപ്പെട്ടു. Nobody knew what happened to Enoch. Nobody knew. Wife did not know what happened to Enoch. Children did not know what happened to Enoch. They may have thought that this man was missed out. എവിടെയോ കാണാതെ പോയിരിക്കുന്നു. കാരണം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ഒരു ദിവസം ദൈവം പറഞ്ഞു, കം Enoch, we'll go to our eternal home. അങ്ങനെ പോയതാണ്. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയാം. ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടാണോ ദൈവം ഇവനെ എടുത്തത്? ആണോ? God did not tell wife and children that I'm going to take Enoch to be with me. പറഞ്ഞില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല, ഈനോക്കിന് എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, ഈനോക്കിന്റെ ഭാര്യയും മക്കളും മരിക്കുന്നത് വരെ ഈനോക്കിന് എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയുകയില്ലായിരുന്നു. This man served the Lord.
walked the Lord pleasing God, but we do not know what happened to this man. ഇത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി കിട്ടിയത്? നമുക്ക് മനസ്സിലായി കിട്ടിയത് മോശ വെളിപ്പാടിൽ എഴുതി വെച്ചത് കൊണ്ടല്ലേ? ഇത് മോശ വെളിപ്പാട് എഴുതി വെച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് മനസ്സിലാക്കുന്നത് ഹാനോക്കിനെ ദൈവം എടുത്തുവെന്ന്. അവർക്കറിയില്ലായിരുന്നു ഈ മനുഷ്യൻ എന്താ സംഭവിച്ചെന്ന്. പക്ഷെ ഇന്ന് പകൽ നമുക്ക് മനസ്സിലായി ഈ മനുഷ്യന് സംഭവിച്ചത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചത് കൊണ്ട് അവൻ എടുക്കപ്പെടുകയുണ്ടായി. ഇന്ന് പകലിന് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. Enoch is a type of a believer to those who are going to be taken out when they are alive. കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്ന കുറെ പേരുണ്ട്. അവരെ കാഹളനാദത്തിൽ എടുക്കപ്പെടുവാൻ പോകുകയാണ്. അവർക്ക് മാതൃകയായി ഈനോക്ക് നിൽക്കുകയാണ്, ഹാനോക്ക് നിൽക്കുകയാണ്. ഹാനോക്ക് എടുക്കപ്പെട്ടപ്പോൾ സമൂഹത്തിന് അറിയുകയില്ല, അയൽവാസികൾക്ക് അറിയുകയില്ല എന്തു സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ ആസന്ന ഭാവിയിൽ ഒരു കാഹള ശബ്ദം കേൾക്കുവാൻ പോകുകയാണ്. അത് പ്രതീക്ഷിച്ച പ്രത്യാശയോടായിരിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. ഈ സഭയിലുള്ള 99% ആളുകൾ ഇവിടുന്ന് എടുക്കപ്പെടുവാൻ പോകുകയാണ്. ലോകത്തിന് അറിയുവാൻ കഴിയുകയില്ല എന്തു സംഭവിച്ചുവെന്ന്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാകുവാൻ കഴിയുകയില്ല എന്തു സംഭവിച്ചുവെന്ന്. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് മനസ്സിലാകുവാൻ കഴിയുകയില്ല എന്തു സംഭവിച്ചുവെന്ന്. അവർ വിധി എഴുത്ത് നടത്തും. Missed out. There are some people who are missed out from the earth, from the face of the earth. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞു വിധി എഴുത്ത് നടത്താം. ഇന്ന് പകല കാഹള ശബ്ദം കേൾക്കുക, ആസന്ന ഭാവിയിലെ കാഹള ശബ്ദം കേൾക്കുക. പ്രത്യാശയിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. When I conclude my message here, I know that without giving an altar call, I won't conclude my message. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നന്മ തരും, വിടുതലുകൾ നൽകും. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മന്ന കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, സകലതും അവർക്ക് കൊടുത്തു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അവൻ എടുക്കപ്പെട്ടതുപോലെ ഇന്ന് രാവിലെ സമയം ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇന്ന് പകൽ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നില്ല. ഈ ദൂതം നിങ്ങളുടെ അകത്ത് ദൈവത്തിന് പരിശുദ്ധയാത്മാവ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ മേക്ക് എ സ്റ്റാൻഡ്.